ഒരു ദൈവാനുഗ്രഹമായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഈ 2013 കുടുംബസംഗമം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കരങ്ങളിൽ ഈ ദിവസം നമുക്ക് അനുഗ്രഹപ്രദമായിരിക്കട്ടെ, ആനന്ദപ്രദമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് 2013 ചാവറ കുടുംബസംഘം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ചാവറ കുടുംബസംഗമം അങ്ങനെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. എല്ലാവരും കൈയടിച്ച് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, സിസ്റ്റർ, കുടുംബാംഗങ്ങളായ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുറച്ച് സമയം താമസിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും ചെറിയ വാക്കുകളിൽ ചെറിയ പ്രസംഗം പറയുവാൻ ആഗ്രഹിക്കുന്നു. 7ാമത് ചാവറ കുടുംബ സംഗമം നമ്മൾ ഇന്ന് നടത്തുകയാണ്. വ്യത്യസ്തമായ അന്തരീക്ഷത്തിലാണ്, തോമസ് ചാവറ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ നടത്തുക. ഇതുവരെയുള്ള കുടുംബ സംഗമം എപ്പോഴും നമ്മൾ തുടക്കത്തിൽ അല്ലെങ്കിൽ അവസാന വിശുദ്ധ കുർബാനയോടുകൂടി ഒന്നെങ്കിൽ വാഴ്ത്തപ്പെട്ട ചാവറ പിതാവിന്റെ ജന്മഗൃഹത്തിൽ, അതിനോട് ബന്ധപ്പെട്ട ചാപ്പൽ, അല്ലെങ്കിൽ കബറടക്കം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സൗകുടീരം സ്ഥിതി ചെയ്യുന്ന മാന്നാനം ആശ്രമ ദേവാലയത്തിലൊക്കെയാണ് വിശുദ്ധ കുർബാനയോടുകൂടിയാണ് നമ്മൾ നടത്തുക. പക്ഷെ ഇന്ന് പ്രത്യേകമായ ഒരു സാഹചര്യം നമുക്ക് ഇവിടെ നടത്തുകയാണ്. കഴിഞ്ഞ പശ്ചാത്തലം, കുടുംബങ്ങളെല്ലാം ഒത്തിരിയധികം അവിടുന്ന് മാറി താമസം മാറ്റി നമുക്ക് കൂടാൻ പറ്റിയ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലം തന്നെയാണ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എങ്കിലും രാവിലെ വിശുദ്ധ കുർബാനയൊക്കെ അവിടെ അർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് കൂടുക എന്നുള്ള ആഗ്രഹമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിൽ നമുക്കൊരല്പം ബുദ്ധിമുട്ട് സംഭവിച്ചു. അതിൽ എല്ലാവർക്കും ഒത്തിരി സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട് എന്നറിയാം. പ്രത്യേക പശ്ചാത്തലം നമുക്കറിയാം. അവിടുത്തെ ഡയറക്ടർ അച്ഛന്റെ ആഗ്രഹം കഴിഞ്ഞ വർഷം അച്ഛൻ ഒരു ദിവസം നിശ്ചയിച്ചിരുന്നു, പെരുന്നാളിൽ ഇടയ്ക്ക് ഒരു ദിവസം, ദിവസങ്ങൾ ഒരു ദിവസം കുടുംബാംഗങ്ങളെ വിളിച്ചു കൂട്ടുവാൻ. അന്ന് നമ്മുടെ കരിയർ സ്ഥലത്തുള്ളവർ കൂടുതൽ പേരെ വിളിച്ചു ചേർന്നത്. എനിക്കും പോകാൻ പറ്റിയില്ല, വർക്കിംഗ് ഡേ ആയിരുന്നു. ചെറിയൊരു സമ്മേളനം, വിശുദ്ധ കുർബാനയൊന്നും ഇല്ലായിരുന്നു. ഉച്ചഭക്ഷണത്തോടു കൂടി പിരിഞ്ഞു. അപ്പൊ അങ്ങനെ അച്ഛൻ വയ്ക്കുന്ന ഒരു പരിപാടി മതി എന്നുള്ളൊരു ചിന്തയാണ് അച്ഛന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ ഈ വർഷവും അങ്ങനെ അച്ഛൻ ഒരു ദിവസം പറയും, അന്ന് മതി എന്നുള്ള ചിന്ത. നമുക്ക് അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് ദിവസം കൂടുന്നതിന് അസൗകര്യം ഉണ്ട്, നമുക്കറിയാം. അങ്ങനെ നമ്മൾ വേറൊരു ഡേറ്റ് നമ്മൾ ചിന്തിച്ചത്. അപ്പൊ അച്ഛനത് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡേറ്റ് സമ്മതിക്കില്ല. പിന്നെ ഒരു മുമ്പ് ഒരു കുർബാനയൊക്കെ ചെല്ലാനും നൊവേന ചെല്ലാനും ഒക്കെ ചോദിച്ചിരുന്നു. എന്താണ് അച്ഛൻ്റെ, ഞാനും സംസാരിച്ച് ഫോണിൽ കൂടെ ഒത്തിരി തവണ അച്ഛനോട് ആഗ്രഹം പറഞ്ഞു. വേണ്ട എന്നുള്ളൊരു ആശയം. കാരണം അവിടെ സിസ്റ്റേഴ്സിന് ഒരു പ്രോഗ്രാം 10 മണിക്ക് ഉണ്ട്. അതിന് മുമ്പായിട്ട് സിസ്റ്റേഴ്സ് അവിടെ എത്തിച്ചേരും. അവർ സൗകര്യങ്ങളൊക്കെ സിസ്റ്റേഴ്സിന് കൊടുക്കുമ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അച്ഛൻ പറഞ്ഞു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് നമ്മൾ മാറിയത്. പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാനുള്ള നമുക്കറിയാം നടപടികളൊക്കെ ഒത്തിരിയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2014 കൂടി എന്നുള്ളൊരു ചിന്തയാണ്. കഴിഞ്ഞ ദിവസം ജനറൽസിന്റെ ഒരു എഴുത്തിനകത്ത് അവിടുത്തെ കഴിഞ്ഞ സിനഡിന് പോയപ്പോൾ അവിടുത്തെ കർദിനാളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2014 കൂടി ഏകദേശം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതും ഡോക്ടർമാര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെടുക്കുന്ന സമയം അതിന് പ്രത്യേകിച്ച് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അവര് പഠനം പൂർത്തിയാക്കുന്നതനുസരിച്ച് ഇത് നടക്കുകയുള്ളൂ. 5 ഡോക്ടർമാരോളം ഏകദേശം ഇത് റിപ്പോർട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു താമസമാണ്. പക്ഷേങ്കിലും നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ പ്രത്യേകം ആവശ്യമുണ്ട്. ഞങ്ങളുടെ സഭാതലത്തിലാണെങ്കിലും ചെയ്യുന്ന അഡറേഷനായിട്ട് എല്ലാ ദിവസവും ഓരോ ആശ്രമത്തിന് ആരാധന കഴിച്ചുകൊണ്ട് രാവിലെ 9 മണി 5 മണിയുള്ള സമയം ആരാധനയായിട്ട് അങ്ങനെ മാറി മാറി എല്ലാ സഭയിലെ എല്ലാ ദേവാലയങ്ങളും ആശ്രമ ദേവാലയങ്ങളിലും ആരാധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ചെറിയ ചെറിയ രീതിയിലുള്ള ഓരോ പ്രത്യേകമായിട്ടുള്ള ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ഇതിനുവേണ്ടി നടത്തുന്നുണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനയും തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ഈ ഒരു കാര്യം അനുസ്മരിക്കുക. എത്രയും വേഗം അതിന്റെ
ഓഫീസ് വർക്കുകൾ, അവിടുത്തെ ഓരോന്നുള്ള വർക്കുകൾ പൂർത്തിയായി ആ ഒരു പദവി, ആ ഒരു ദിവസത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. മാതാപിതാവ് പറയുന്നത് ചോരയാൽ ബന്ധിക്കപ്പെട്ട അനേകർ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് കഴിയുന്ന ഒരു സമൂഹം എന്ന കുടുംബത്തെ പറ്റി വിവരിക്കാറുണ്ട്. ഇപ്പൊ ചോരയാലുള്ള ഒരു ബന്ധം നമുക്കുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവരുമാണ്. സ്നേഹം ആണ് പ്രധാനപ്പെട്ട വികാരം അവിടെ ഉണ്ടാകേണ്ടത്. ചോരയാലുള്ള ബന്ധം ഇന്ന് നമ്മൾ പത്രങ്ങളിലും മാസികകളിലും മാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ച് അറിയാറുണ്ട്. എനിക്ക് അതിലൂടെ കിട്ടുന്ന നന്മയുണ്ട്, അതൊക്കെയാണ് എനിക്ക് ആവശ്യമെന്ന് ചിന്തിക്കുമ്പോൾ സ്നേഹം അല്ലാതായി തീരുകയാണ്. അവിടെയാണ് ചോര ബന്ധം പോലും ഇല്ലാതായി പോകുന്നത്. അപ്പോഴാണ് ബന്ധങ്ങൾ പോലും മറന്നു പോകുന്നത്. അപ്പോഴാണ് രസങ്ങൾ തേടി പോകുമ്പോഴാണ്. രസങ്ങൾ തേടി പോകാതെ യഥാർത്ഥമായ സ്നേഹത്താൽ ഐക്യപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇങ്ങനെ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മൾ തമ്മിൽ പരസ്പരം അറിയാനും കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ അഭിമാനത്തോടുകൂടി അതോടൊപ്പം തന്നെ ആ ഒരു നന്മയിൽ ജീവിക്കുവാനും വാഴ്ത്തപ്പെട്ട ചാവറപിതാവ് അങ്ങനെ ഒത്തിരി ദൈവത്തെ സ്നേഹിച്ചു, ചുറ്റുമുള്ളവരെ സ്നേഹിച്ചു. എല്ലാവർക്കും ഒത്തിരിയേറെ നന്മ ആ ആയുസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അധികം നന്മകൾ ഇന്ന് ഞങ്ങൾ സഭ മൊത്തം ശ്രമിച്ചാലും അത്രയും നന്മ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. പക്ഷെ അത്രയ്ക്കും നന്മ ചെയ്തിട്ട് കടന്നുപോയ ആ പിതാവിന്റെ മക്കളാകുമ്പോൾ ആ സ്നേഹത്തിൽ നമുക്ക് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാം. ഈ കുടുംബ സംഘങ്ങൾ 2 വർഷം കൂടുമ്പോൾ അത് തുടർന്ന് ഭംഗിയായിട്ട് നടത്താൻ നമുക്ക് സാധിക്കട്ടെ. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു ഫാമിലി, ഇംഗ്ലീഷിലെ വാക്കാണ് FAMILY. അതിനൊരു ഫുൾ ഫോം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരച്ഛൻ പറഞ്ഞു കേട്ടപ്പോഴും മനസ്സിലായി. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഫുൾ ഫോം. ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. എല്ലാത്തിൻ്റെയും ആദ്യത്തെ അക്ഷരം എടുക്കാം. ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. അപ്പൊ ഈ വാക്കിന്റെ ഫുൾ ഫോമായി. അപ്പനെയും അമ്മയെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന മക്കളുള്ള ഒരു സമൂഹമാണ് കുടുംബമായിട്ട് മാറുന്നത്. ആ സ്നേഹം വരുമ്പോൾ തീർച്ചയായിട്ടും അപ്പനും അമ്മയും മക്കളെയും തിരിച്ചു സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. ഒത്തിരി സ്നേഹവും ഒത്തിരി സന്തോഷവും തോന്നുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മൾ ഇടക്കാലത്ത് ഏതോ ഒരു അവസരത്തിൽ നമ്മൾ ആഗ്രഹിച്ച് തുടങ്ങി വെച്ചുവെങ്കിലും മുന്നോട്ട് പോകാത്ത ഒരു കാര്യം, നമ്മുടെ ഫാമിലി കുടുംബ ചരിത്രം കുറച്ചൊക്കെ വിവരിച്ചുകൊണ്ടുള്ള ഒരു ഡയറക്ടറി. ഇന്നിപ്പോ നമുക്ക് ഒത്തിരി വളർന്നു, പരസ്പരം അറിയില്ല. എനിക്ക് കർപ്പുക്കരക്കാരെ എല്ലാവരും മുഖമൊക്കെ അറിയാമെങ്കിലും ബന്ധങ്ങൾ പരസ്പരം ചോദിക്കുമ്പോൾ ആരാണ് എന്ന് പറഞ്ഞ് പിടിപ്പിക്കാൻ നമുക്ക് പറ്റാതെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് അറിയാൻ നമുക്ക് ഒന്ന് ശ്രമിക്കുവാണെങ്കിൽ ആ ഒരു കാര്യം ഒന്നും കൂടെ ഒന്ന് സൂചിപ്പിക്കുന്നു. ഒരു ഫാമിലി ഡയറക്ടർ കുടുംബ ചരിത്രത്തോടുകൂടി ബന്ധങ്ങളും പറഞ്ഞ് പറ്റുമെങ്കിൽ നമുക്ക് ഫോട്ടോയും ഒക്കെ ഇട്ട് ഒരു ഫാമിലി ഫോട്ടോ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോയും ഒക്കെ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. പരസ്പരം അറിയാനും കൂടുതൽ സ്നേഹിക്കാനും ഒക്കെ അത് കാരണമായി തീരുമെന്ന് കരുതുന്നു. ഈ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ബുക്ക് അവിടെ ഇരിപ്പുണ്ട്. കഴിയുന്നവരെല്ലാം നിങ്ങളുടെ പേരും അഡ്രസ്സും നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾ, അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവരെ നേടിയ അച്ചീവ്മെന്റ്സ്, ഇതൊക്കെ സാധിക്കുമെങ്കിൽ ഇന്ന് 4 മണി വരെ സമയമുണ്ട്. ഏതൊരു സമയത്ത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ ബുക്കിൽ കാര്യങ്ങൾ എഴുതണം. നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ ഇടണം, ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ അത് ഇടണം. നമുക്ക് അച്ഛൻ പറഞ്ഞ പോലെ വളരെ സമീപകാലത്ത് തന്നെ ഒരു ഡയറക്ടറി ഉണ്ടാകാനായിട്ട് നമുക്ക് നോക്കാം. Oh
2011 ജനുവരി 1-2 തീയതികളിലായി ആർപ്പുകരയിലുള്ള ശ്രീ ജോസഫ് ചാവറയുടെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. 2011 ജനുവരി 1 തീയതി 5 മണിയോടെ ആർപ്പുകര ചെറുപുഷ്പം പള്ളി വികാരി റവറൻഡ് ഫാദർ മാത്യു കല്ലുകളം കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതോടെ 2011 ചാവറ കുടുംബസംഗമത്തിന് തുടക്കമായി. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ശ്രീ CL കുഞ്ഞച്ചൻ ചാവറ ഏവർക്കും സ്വാഗതം അർപ്പിക്കുകയും കുടുംബസംഗമം പ്രസിഡന്റ് ശ്രീ റെജി ചാവറ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. പ്രസ്തുത സമ്മേളനത്തിൽ റവറൻഡ് ഫാദർ ഫിലിപ്പ് ചാവറ, റവറൻഡ് ഫാദർ ലൂക്ക ചാവറ, റവറൻഡ് ഫാദർ ജോൺ ജെ ചാവറ എന്നിവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു. തുടർന്ന് ചാവറ കുടുംബസംഗമം സെക്രട്ടറി ശ്രീ സാജൻ ചാവറ കൃതജ്ഞതാർപ്പണം നടത്തി. ഏകദേശം രാത്രി 10 മണിയോടെ പ്രാർത്ഥനയ്ക്കും ഭക്ഷണത്തിനും ശേഷം ചാവറ കുടുംബസംഗമത്തിന്റെ ആദ്യ ദിവസത്തെ പരിപാടികൾ അവസാനിച്ചു. ചാവറ കുടുംബസംഗമത്തിന്റെ 2ാം ദിവസമായ 2011 ജനുവരി 2 തീയതി രാവിലെ 9:30 മണിയോടെ കൈലകരിയിൽ നിന്നും വന്ന ചാവറ കുടുംബാംഗങ്ങൾക്ക് മാന്നാനം ആശ്രമ ദേവാലയ അങ്കണത്തിൽ വെച്ച് സ്വീകരണം നൽകി. തുടർന്ന് പ്രഭാത ഭക്ഷണത്തിന് ശേഷം കുടുംബാംഗങ്ങൾ പരിചയം പുതുക്കുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. റിപ്പോർട്ട് പാസ്സാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മുൻപാകെ ഞാൻ സമർപ്പിച്ചുകൊള്ളു. ഇടയ കന്യകേ പോക നീ ഈ അനന്തമാ ജീവിത വീതിയിൽ ഇടരാതെ കാലിടാതെ ഇടയ കന്യകേ പോക നീ ഈ അനന്തമാ ജീവിത വീതിയിൽ ഇടരാതെ കാലിടാതെ ഇടയ കന്യകേ പോക നീ ഈ അനന്തമാ ജീവിത വീതിയിൽ ഇടരാതെ കാലിടാതെ ഇടയ കന്യകേ